ഏത് സ്റ്റേജിലാണ് നമുക്കൊരു സംരംഭം തുടങ്ങണമെന്നൊക്കെ നിങ്ങൾ തീരുമാനം? ഈ പറഞ്ഞ ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെയാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുക. അതായത് ഒരു 2018 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. ഒരു തീരുമാനം എടുക്കുകയാണ്, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇതൊരു സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മുന്നോട്ട് പോകത്തില്ല. നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങണം. 2017 ഞാൻ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ജോബ് റിസൈൻ ചെയ്യാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു. സാലറി കാണിച്ച് കല്യാണം കഴിച്ചിട്ട് അടുത്ത ദിവസം ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രശ്നമാവും. അപ്പൊ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞില്ലേ, ഭ്രാന്താന്ന് പറഞ്ഞില്ലേ? കുറച്ചുപേര് പറഞ്ഞു ആക്ച്വലി. പക്ഷേ എൻ്റെ ഫാമിലി ആക്ച്വലി സപ്പോർട്ടിങ് ആയിരുന്നു. അർജുൻ, അപ്പോൾ ആദ്യം സ്റ്റുഡൻസ് ആരെങ്കിലും വന്നോ? സ്വാഭാവികമായിട്ടും വന്നില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു ന്യൂആൻസ് ബേസിക്കലി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഐഡിയ നമുക്കുണ്ടായിരുന്നു. നമ്മൾ 2018 ഫെബ്രുവരിയിൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് 8 ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്ട്രഗിൾ വന്നതോടുകൂടി തന്നെ പ്രഷർ വന്നപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മളുടെ എത്രത്തോളം നമുക്ക് എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തുടങ്ങി. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലാതെ വേറെ എന്തൊക്കെ മേഖലയാണ്? പ്രോഗ്രാമിംഗ് ഉണ്ട്, പൈത്തൺ പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഇപ്പോൾ ഫ്ലട്ടർ പോലത്തെ എല്ലാം പ്രോഗ്രാമിംഗ്. IT ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. എക്സാക്ട്ലി. ഇതിന്റെയൊക്കെ കോഴ്സുകളാണ്. ഇത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? നമ്മുടെ ബിസിനസ് ഒരു 70% ഓഫ്ലൈൻ ആണ് സാർ. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ 3 ബ്രാഞ്ചസ് ഉണ്ട്. വെരി ഗുഡ്. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലേ? ദിലീപ് കുറച്ചുകൂടെ സൈലന്റ്. എനിക്കറിയാം, എൻ്റെ ഈഗിളിൽ വന്നപ്പോൾ തന്നെ അർജുൻ നന്നായി സംസാരിക്കുന്ന വ്യക്തിയുമാണ്. ഞാൻ അർജുനോട് തന്നെ ചോദിക്കട്ടെ, ഈ വ്യത്യസ്തത നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഇപ്പോൾ ഞങ്ങൾ ഇട്ടുന്ന ഷർട്ടിൻ്റെ കളർ തന്നെ പോലെ നമ്മുടെ വ്യത്യസ്തം എന്ന് പറയുന്നത്. ദിലീപ് വൈറ്റ്, ഞാൻ ബ്ലാക്കുമാണ്. ദിലീപ് ഒരു ഐഡിയ പറയാണ്, എനിക്ക് ആക്ച്വലി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പം നമ്മൾ കുറേ തർക്കിക്കും, സംസാരിക്കും, വഴക്കുണ്ടാക്കും, മലമുണ്ടാക്കും. പക്ഷേ ഇവൻച്വലി നമ്മളൊരു പോയിന്റിലേക്ക് എത്തും. പക്ഷേ ഈ ഇവൻച്വലി എത്തുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി കമ്പനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന ഏരിയ ആയിരിക്കും. നിങ്ങളുടെ പേര് ഗൂഗിളിൽ അടിച്ചാൽ എന്താണ് വരിക? നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ എന്താണ് വരിക? ഇന്ന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നമ്മൾ പണ്ടത്തെ കാലത്തെ പോലെയല്ല. ലീഡ്സ് ഓൺലൈനിലാണ് വരുന്നത്, കൺവേർഷൻസ് ഓൺലൈനിലാണ്. ഓൺലൈൻ ബിസിനസ്സുകൾ, ഡിജിറ്റൽ ലോകം തുറന്നിട്ട സാധ്യതകൾ അനന്തമാണ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ബിസിനസ്സിൽ ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി തീർന്നിരിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിനാളെ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിള്ളേരെയൊക്കെ കിട്ടാനുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചവർ വളരെ കുറവാണ്. ഇതിൻ്റെ സാധ്യത കണ്ടെത്തി ആ മേഖലയിൽ തൊഴിൽ ഉറപ്പുവരുത്താൻ നിരവധി ആൾക്കാരെ സഹായിക്കുന്ന 2 യുവ സംരംഭകരാണ് ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ കൂടിയായ ശ്രീ ദിലീപും ശ്രീ അർജുനും. രണ്ടുപേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സർ. രണ്ടുപേരെയും എനിക്ക് പരിചയം എൻ്റെ ഈഗിൾ കോച്ചിങ്ങിലൂടെയാണ്. അതെ, രണ്ടുപേരും ഞാൻ നിങ്ങളുടെ സേവനം പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷകരെ നിങ്ങൾക്ക് സഹായിക്കാമെന്ന് ഉറപ്പാണ്. ഇൻ്റർവ്യൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ദിലീപിൻ്റെ നാട് എവിടെയാണ്? ഇപ്പോൾ താമസിക്കുന്നത് കൊച്ചിയിലാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചതെല്ലാം കോട്ടയത്താണ്. +2 വരെ പഠിച്ചത് മലപ്പുറത്തായിരുന്നു. പാരൻസ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവർ നേരത്തെ മലപ്പുറത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ +2 കംപ്ലീറ്റ് ചെയ്തിട്ട് എഞ്ചിനീയറിംഗ് ആയപ്പോൾ അവർ റിട്ടയർഡായി. അപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് സെറ്റിൽഡായി. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത്? എഞ്ചിനീയറിംഗ് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് MBA ചെയ്തു. MBA ഞാൻ പുറത്ത് പോയിട്ടാണ് ചെയ്തത്, അയർലൻഡിലായിരുന്നു. അർജുനിലേക്ക് വരാം. അർജുൻ്റെ നാട് എവിടെയാണ്? എൻ്റെ സ്വദേശം കോട്ടയമാണ് സർ. ഇപ്പോൾ സെറ്റിൽഡ് ഇൻ കൊച്ചിയിലാണ്. കോട്ടയത്തെ സ്വദേശം ഏറ്റുമാനൂർ എന്ന് പറയും. ഞാൻ പഠിച്ചതും വളർന്നതും ഡിഗ്രിയും സ്കൂളിങ്ങും എല്ലാം കോട്ടയത്ത് തന്നെയായിരുന്നു. കംപ്ലീറ്റ് ഒരു കോട്ടയംകാരനാണ് ബേസിക്കലി. ഡിഗ്രി ചെയ്തത് BTech ആയിരുന്നു. BTech ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറിലാണ് ചെയ്തത്. +2ഉം 10th എല്ലാം അവിടെ തന്നെയായിരുന്നു. താങ്കൾ BTechൽ ഒരു വിദ്വാനായിരുന്നു. വളരെ വലിയ വിദ്വാനായിരുന്നു ആക്ച്വലി BTech. അതുകൊണ്ട് തന്നെ ആ കാരണം കൊണ്ട് എനിക്ക് BTech പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ കാലത്ത് ഡ്രോപ്പ് ഔട്ടും എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാൻ പറ്റുന്ന, അന്ന് ഞാൻ പഠിച്ചിറങ്ങുന്ന അത്ര സുഖകരമായിട്ടുള്ള വാക്കല്ലായിരുന്നു അത്. തോറ്റുപോയി എന്ന് അന്ന് പറയുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ BTech കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും. എനിക്ക് അന്നത്തെ സപ്ലിമെൻ്ററി ഇപ്പോഴും ഉണ്ട്. 2009 അന്ന് ഇറങ്ങുന്നത് 2009 പഠിച്ചിറങ്ങുന്ന സമയത്ത് ഒരു 16 പേപ്പറുകൾ ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. ഞാൻ എഴുതാനൊക്കെ ശ്രമിച്ചു, പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. താങ്കളുടെ ഫാമിലി എന്തെങ്കിലും ബിസിനസ് അങ്ങനെ എന്തെങ്കിലും ആണോ? ഒന്നുമില്ല സർ. അച്ഛൻ ആക്ച്വലി ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞൊരു 15 വർഷമായിട്ട്, ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ്. അല്ലാതെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. അന്നത്തെ കാലത്ത് അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു?
അച്ഛൻ ആക്ച്വലി ഒരു മാർക്കറ്റിംഗ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ സംസാരിക്കാനുള്ള കഴിവൊക്കെ ആയിരിക്കും മേ ബി എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് സാധാരണ താങ്കൾ കുടുംബം. വന്നത്. അച്ഛൻ ആക്ച്വലി ഒരു ബിസിനസ് ഉണ്ടായിരുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ. ദിലീപ് എഞ്ചിനീയറിംഗ് പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അത് ഇഷ്ടത്തോടു കൂടി തന്നെ അല്ല, പഠിച്ച- ആ, എൻട്രൻസ് എഴുതി റാങ്ക് കിട്ടി. ആ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പോയിട്ട് വീഴുമായിരുന്നു. അറിയാതെ പോയി വീണത്. അതെ, കിട്ടിയത് പോയി ജോയിൻ ചെയ്യാം. കിട്ടിയത് ജോയിൻ ചെയ്യായിരുന്നു. ഓ അത് ശരി. അപ്പം ഞാൻ ആലോചിച്ചു, കാരണം അത് കഴിഞ്ഞ് MBAക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം അതെ, തോന്നി. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഏരിയ ആണ്. ഈ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ വേറെ ഒരു മാനേജ്മെൻറ്റ് ഫീൽഡിൽ ഒരു ജോലി എന്നുള്ള ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ജോലി എന്തെങ്കിലും ഓഫർ വന്നില്ലേ ഇപ്പോൾ? വന്നായിരുന്നു. എൻ്റെ ആ. ചേട്ടൻ പുറത്തുണ്ട്. ആ. അപ്പോൾ അങ്ങനെ എനിക്ക് വേണമെങ്കിൽ ദുബായിൽ പോയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യായിരുന്നു. എവിടെ? ദുബായിലെ ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആർക്കിടെക്റ്റ് ആയിട്ടാണ്. അപ്പോൾ അന്ന് ദുബായിൽ ഒരുപാട് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്കൊരു ഈസി ആയിട്ട് ജോലി കിട്ടുമായിരുന്നു. പക്ഷേ ആ ഒരു ഏരിയ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിക്കുക, ഒരു മാനേജ്മെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുക. നമ്മളെ ചേട്ടന്റെ സഹായം പോലും സ്വീകരിക്കില്ല. വേണ്ട, നമ്മൾ ആ. സ്വന്തമായിട്ട് തന്നെ ചെയ്യാന്നുള്ളൊരു ചോരത്തിളപ്പിൽ നമുക്ക് തോന്നുമല്ലോ. ആ. അങ്ങനെയാണ് ഞാൻ പിന്നെ MBA പഠിക്കാൻ ഒരു മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് വരാമെന്നൊക്കെ ഓർത്ത് MBA HR സെലക്ട് ചെയ്തു. അയർലൻഡിൽ പോയി. അയർലൻഡിലേക്കാണ് പോകുന്നത്. അതെ, അപ്പോൾ ഇതിന് പൈസയോ? പൈസ ചേട്ടൻ തരേണ്ടി വന്നു. അത് ശരി. അപ്പോൾ ചേട്ടൻ ലോൺ എടുത്ത് നിങ്ങളെ അയച്ചു എന്നുള്ളതാണ് അയച്ച് സത്യം. ചേട്ടൻ തന്നെ ലോൺ അടച്ച് തീർക്കുകയും ചെയ്തു. ശരി. അയർലൻഡിനെ കുറിച്ച് നല്ല ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് എനിക്ക്. നല്ല തണുപ്പുള്ള രാജ്യമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, കാണാൻ ആ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. പഠനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠനം കുഴപ്പമില്ല. നമ്മളിവിടെ, അതായത് ഇപ്പോൾ ഈ പുറത്ത് പഠിക്കാൻ പോകുന്നത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഞാൻ പോകുന്നത് 2008 ആ സമയത്തൊക്കെ ഇവിടുന്ന് പഠിക്കാൻ പോകുന്നവരുടെ എണ്ണവും കുറവാണ്. ഇഷ്ടംപോലെ ആളുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ പോലെ ട്രെൻഡിങ് അല്ല. നമ്മൾ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് പോകുന്നത്. നമ്മളിവിടുന്ന് കാണുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കഥകളൊക്കെ വെച്ച് അവിടെ പോയി സെറ്റിലാകാൻ പറ്റും. അവിടെ നിന്ന് കല്യാണം കഴിക്കുക, നമ്മുടെ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും, മതമേഖലയും കഴിച്ച് അവിടെ സെറ്റിലാകുന്നുള്ള പ്രതീക്ഷയൊക്കെ ചെല്ലുന്നു. പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ വന്ന് പെട്ടിരിക്കുന്നത് വേറെ ലോകത്താണ്. എന്താ പറ്റിയേ? വിചാരിക്കുന്ന പോലെ ഒരു സ്ഥലമല്ല. ഒന്ന് ക്ലൈമറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് പക്ഷേ നമുക്ക് ആദ്യം അറിയായിരുന്നു, തണുപ്പാന്നൊക്കെ അറിയാം. പക്ഷേ നമ്മൾ ഈ പഠിത്തത്തിൻ്റെ കൂടെ ജോലി ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ, പാർട്ട് ടൈം ജോലി ചെയ്താലേ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള കൺട്രിയാണ്. അയർലൻഡ് അതുപോലെ തന്നെ ഇംഗ്ലീഷാണ് പറയുന്നതെങ്കിലും ഭാഷയും വ്യത്യസ്തമാണ്. ഇംഗ്ലീഷാണ്. പക്ഷേ നമ്മളിവിടെ IELTS ഒക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ഇംഗ്ലീഷ് അല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ. അവർ നേറ്റീവ് സ്പീക്കേഴ്സാണ്. അവർ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകത്തില്ല. ക്ലാസ്സിലാണെങ്കിൽ പോലും പഠിപ്പിക്കുന്നത് പകുതി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കൾച്ചർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. കോസ്റ്റ് ലിവിങ് ഭയങ്കര കൂടുതലാണ്. നമ്മളൊരു മാസം പട്ടിണി കിടക്കണമെങ്കിൽ പോലും ഒരു 50,000 രൂപ നമ്മുടെ കയ്യിൽ വേണം. ഗതിയാണ്. അതാണ്. അപ്പോൾ ആദ്യം എന്ത് പണിയൊക്കെ ചെയ്തു അവിടെ പോയിട്ട്? അവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിരുന്നു. അതായത് ഡോർ ടു ഡോർ സെയിൽസ് ആയിരുന്നു. അടിപൊളി. അതായത് ബ്രോഡ്ബാൻഡ് ഓരോ വീട്ടിലും പോയിട്ട് വേണമെന്ന് ചോദിക്കുക, അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക. അതും ഒരു ഏറ്റവും അത്ര നല്ലൊരു ഹൈ ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന കമ്പനിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവിടുത്തെ ആളുകൾക്ക് ഈസിയാണ്. അവർ പോയിട്ട് ഓഫറൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സെല്ല് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു ഇന്ത്യൻ ചെന്നിട്ട് നമ്മൾ ഈ രൂപം ഇത് കൊണ്ടുപോയിട്ട് കോളിംഗ് ബെല്ല് അടിച്ച്, അടിക്കണം. അതും ടൈമും അതുപോലെ സോണൊക്കെ വ്യത്യാസമുണ്ട്. ടൈം സോൺ ഡിഫറൻസ് ഉണ്ട്. ഒരു 5-5.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നേരത്തെ ഇരുട്ടും. ഇരുട്ടാവും. 2:30-3, ഇപ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോൾ 2:30-3 മണിയാകുമ്പോൾ ഇരുട്ടാവും. അപ്പോൾ ഒരു 5 മണി മുതൽ 9 വരെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഒരു ഡോർ ടു ഡോർ സെയിൽസിന് പോകുമ്പോൾ അവിടെയുള്ള ഒരു ക്ലൈമറ്റുമായിട്ടൊക്കെ യൂസ്ഡ് ആണ്. അവർ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നമുക്ക് കോട്ടും സ്യൂട്ട് ഇട്ടാലും അതിന് മുകളിൽ ജാക്കറ്റ് ഇടണം. അപ്പോൾ നമ്മളെ കണ്ടാൽ അറിയത്തില്ല. നമ്മൾ കോട്ടാണ് അകത്തിട്ടതെന്ന് കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ ചെന്ന് ഡോർ അടിക്കുമ്പോൾ ഇത് പിച്ചക്കാരനാന്ന് ഓർത്തായിരിക്കും അവർ തുറക്കുന്നത്. കാരണം ഇതിന് അകത്ത് കോട്ടുണ്ടല്ലോ, പക്ഷേ ഇത് അവരെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചിലപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ ഇപ്പോൾ €1 ഒക്കെ എടുത്ത് തന്നിട്ട് പൊക്കോളം പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. വിൽക്കാൻ പോയതാ. അതെ, വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ പിച്ചക്കാരൻ ഓർത്ത് അവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ തരും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ്. അത് ഈ ജോബ് മാത്രമല്ല, ഒരു 2 വർഷം നമ്മുടെ നാട്ടിൽ പണ്ട് പട്ടി അഴിച്ചു വിടുന്ന പറഞ്ഞ പോലെ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെന്ന് ഡോറിൽ ബെല്ലടിക്കുമ്പോൾ നേരെ പട്ടി അഴിച്ചു വിടുന്ന സിറ്റുവേഷനൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഷ്ടപ്പാടായിരുന്നു. കഷ്ടപ്പാടായിരുന്നു. നല്ല പോലെ സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡായിരുന്നു. എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ? അത് കഴിഞ്ഞിട്ട് പിന്നെ ബാറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഹോട്ടൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോയ്സ് വിൽക്കാൻ പോയിട്ടുണ്ട്. ഡിസ്നിയുടെയൊക്കെ ടോയ്സ് വിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ടോയ്സ് ഒക്കെ വിൽക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കണ്ടേ? സംസാരിക്കാൻ നമ്മൾ കൂടുതലും ബെല്ലടിക്കും, ടോയ്സ് വർക്ക് ചെയ്ത് കാണിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വാങ്ങിക്കും. പക്ഷേ അതും അത്ര ഈസി അല്ല. കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കുറേയൊക്കെ നമ്മൾ ഡെവലപ്പ് ആകും. കാരണം നമ്മൾ ഇവരുമായിട്ട് ഡെയിലി ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ മാറ്റം വരും. എന്നാൽ പോലും അവിടെ കുറേ ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. ഈ കോഴ്സ് കംപ്ലീറ്റ് ആയോ? കോഴ്സ് 2 വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയി. 1 വർഷമാണ് കോഴ്സ്, 1 വർഷം അതിൻ്റെ ഡിസർട്ടേഷനുമാണ്. 2 ഇയേഴ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ കഷ്ടപ്പാടിനോടൊപ്പം കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ദിലീപ് ഒരുപാട് കാര്യങ്ങൾ. കാരണം നമുക്ക് ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില ജോലിയൊക്കെ ചെയ്യാൻ മടിയൊക്കെ കാണാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ മടിയൊന്നുമില്ല. പൈസ ഉണ്ടാക്കണം, പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഈ എന്ത് ജോലിയും ചെയ്യാമെന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരും. നമ്മൾ കഷ്ടപ്പെടാൻ റെഡിയാവും. കാരണം പ്രത്യേകിച്ച് അവിടുത്തെ അവരൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്.
ഒരു ടൈം ഫ്രെയിം കാണും. അപ്പോൾ ആ സമയത്ത് ആ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല നല്ല ജോലി, ഇപ്പോൾ IBM പോലത്തെ കമ്പനികളിലൊക്കെ സെർവർ ബിൽഡ് ചെയ്യുന്നൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു 7 അവേഴ്സിനകത്ത് നമ്മൾ ഇത്ര സെർവേഴ്സ് ബിൽഡ് ചെയ്യണം. അതും ജപ്പാൻ, ചൈന കൺട്രിയിലേക്ക് കയറ്റി അയക്കുന്നതാണ്. ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഉണ്ടെങ്കിൽ അവർ ഷിപ്പ് കംപ്ലീറ്റ് റിട്ടേൺ ചെയ്യും. അപ്പോൾ അത്രയും ടൈറ്റായിട്ട് അത്രയും ഹൈ പ്രഷറിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മുന്നോട്ടുള്ള ലൈഫിനകത്ത് അത് ഒരുപാട് അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. അർജുൻ പഠിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അതെ, അതെ, അതെ. എനിക്ക് ആക്ച്വലി ദിലീപിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എൻ്റെ ഒരു ഡിഫറെൻ്റ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ദിലീപ് കുറച്ചുകൂടെ അക്കാഡമിക്കലി ഓറിയൻറ്റഡ് പോകുമ്പോൾ എനിക്ക് അതിനോട് എൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടെ ആർട്സും സിനിമയും ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ +2 കഴിഞ്ഞ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് സിനിമ പഠിക്കാൻ പോകുക എന്നുള്ളതായിരുന്നു. ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചൊന്നും വന്നില്ല റിപ്ലൈ ഒന്നും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് 2005 സമയത്താണ് ഞാൻ ബിടെക്കിന് ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് ഒന്നെങ്കിൽ എഞ്ചിനീയർ ആവുക അല്ലെങ്കിൽ MBBSന് പോകുക എന്നുള്ളതായിരുന്നു ഒരു ട്രെൻഡ്. അപ്പോൾ MBBSന് പോകാനുള്ള ഒരു കഴിവ് നമുക്ക് അത്രയും കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. എഞ്ചിനീയറിംഗ് തീരുമാനിച്ചു, അതിലേക്ക് എത്തിപ്പെട്ടു. പക്ഷേ എത്തിപ്പെട്ട് ഫസ്റ്റ് ഇയർ ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു എനിക്കൊന്ന് മിക്ക 16 വയസ്സുകാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എനിക്കന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാനുള്ളൊരു മടി. അപ്പോൾ അതാണ് സാർ പറഞ്ഞ കാര്യം. അത് ഞാൻ ആ സമയത്ത് മൃദംഗം വായിക്കുമായിരുന്നു. എനിക്ക് മൃദംഗത്തിൽ അന്ന് 2 തവണ സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു വരുമാന മാർഗ്ഗം ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3-4 വർഷം അതുകൊണ്ട് എൻ്റെ ചിലവുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കുമായിരുന്നു മൃദംഗത്തിൻ്റെ. ശനിയും ഞായറും ക്ലാസ്സുകൾ എടുക്കും. കച്ചേരികൾക്ക് പോകും, പ്രോഗ്രാംസിന് വായിക്കാൻ പോകും. അപ്പോൾ ഒരു മാസം എൻ്റെ മൊബൈൽ റീചാർജും എൻ്റെ വണ്ടിക്ക് ബൈക്കിന് പെട്രോൾ അടിക്കുക, കൂട്ടുകാരോടെ കറങ്ങാൻ പോവുക, ഇത്തരം കാര്യങ്ങൾക്കുള്ള ചിലവൊക്കെ ഞാൻ അവിടെ നടത്തിയെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 16-17 വയസ്സ് മുതലൊക്കെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മേ ബി അന്ന് അതൊക്കെ ആയിരിക്കാം നമ്മുടെ ഒരു ഏർലി സ്റ്റാർട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക. അതായത് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിയത്. അപ്പം അങ്ങനെയാണ് ബിടെക് പഠിക്കുന്ന സമയത്തും ഞാൻ ഈ ട്യൂഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു, കച്ചേരികൾക്ക് പോകുന്നുണ്ടായിരുന്നു. അർജുൻ അത് കഴിഞ്ഞിട്ട് ആ. എന്താ ചെയ്തത്? ബിടെക് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ബിടെക് ഞാൻ 2009 പഠിച്ചിറങ്ങുന്നത്. 2008-2009 സമയത്തെന്ന് പറയുന്നത് US-ലെ ഏറ്റവും റിസഷൻ വരുന്ന, നമ്മുടെ ഏറ്റവും ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും റിസഷൻ ഉണ്ടായ സമയമാണ്. എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയ നന്നായിട്ട് പഠിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സിന് വരെ ജോലി കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എന്നെപ്പോലെ ബാക്ക് പേപ്പർ ഉള്ള ആൾക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ എന്നും എനിക്ക് അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആളൊന്നുമല്ല. കുറേ ഇൻ്റർവ്യൂസിനൊക്കെ പോകും, അപ്ലൈ ചെയ്യും, പലയിടത്തും കിട്ടൂല, ഭൂരിഭാഗത്തും കിട്ടാറില്ല. അങ്ങനെ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ആ സമയത്ത് എയർസെല്ലിൻ്റെ സിം ലോഞ്ച് ചെയ്ത സമയം, എയർടെൽ അല്ല എയർസെൽ. അപ്പോൾ എയർസെൽ അന്ന് കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഫ്രീ സിം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു സിം വിട്ടാൽ എനിക്കൊരു 10 രൂപ കിട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഏജൻസി ഉണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ ഒരു 100 രൂപ സിം എടുക്കും രാവിലെ. എന്നിട്ട് കോട്ടയത്ത് പല ജംഗ്ഷനുകളിലും ഞാൻ പോയിരിക്കും, ബൈക്ക് വെക്കും, ഒരു എയർസെല്ലിൻ്റെ കുട കിട്ടും. ആ കുടം വെച്ച് ഞാൻ ബൈക്കിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അപ്പോൾ നമുക്കൊരു 100 രൂപ അവരുടെ ഒരു ID കാർഡ് വാങ്ങിച്ചിട്ട് നമുക്കൊരു സിം കൊടുക്കാം. ഫ്രീ സിമ്മാണ്, അവർക്ക് ആക്ടിവേറ്റ് ചെയ്താൽ എനിക്കൊരു 10 രൂപ കിട്ടും സിമ്മിൽ. ഒരു ദിവസം ഒരു 150 രൂപ തന്നാൽ എനിക്ക് അന്നത്തെ കാലത്ത് ആക്ച്വലി എൻ്റെ ഫോൺ റീചാർജ് ചെയ്യാം, എനിക്ക് തിരിച്ചു വരുമ്പോൾ പൊറോട്ടയും ബീഫും കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ അത് അതൊരു 2-3 ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് പോകാനുള്ള പൈസ അതിൽ നിന്ന് കിട്ടും എന്നൊക്കെ ഉള്ളതുകൊണ്ട്. അതിനുശേഷം ആക്ച്വലി എനിക്കൊരു ശമ്പളം ഉള്ള ജോലി ആദ്യം കിട്ടുന്നത് അന്ന് 9020 എന്ന് പറഞ്ഞ നമ്പറുള്ള അനിൽ അംബാനി ഗ്രൂപ്പിൻ്റെ റിലയൻസ് ട്രെൻഡായി വന്ന സമയമാണ്. അന്ന് റിലയൻസിൻ്റെ നാട്ടിൽ കുറേ സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു പോലത്തെ ലോഗോ ഒക്കെ ഉള്ള സ്റ്റോഴ്സ്. എൻ്റെ നാട്ടിൽ തന്നെയുള്ള റിലയൻസ് സ്റ്റോറിൽ എനിക്കൊരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി കിട്ടും. 2009 പകുതി കഴിഞ്ഞപ്പോഴായിരിക്കും അത്. ആദ്യത്തെ ശമ്പളം 3000 രൂപയാണ്. അവിടെ ജോലിക്ക് കയറുക എന്ന് പറയുന്നത്, അപ്പോൾ എന്നോട് വീട്ടുകാർ ചോദിച്ചു അത് വേണോ, കാരണം നമ്മുടെ സ്വന്തം നാടാണ്, പരിചയക്കാരേക്ക് ആ സ്റ്റോറിലൊക്കെ വരാൻ പോകുന്നത്, ഒരു ഈഗോ പ്രശ്നമൊക്കെ ഇല്ലേ. ഇപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ഈഗോ പ്രശ്നമൊന്നും ഇല്ല. അതിനിപ്പോൾ എന്താണ്, ഞാൻ ജോലി ചെയ്യുന്നു, പൈസ കിട്ടുന്നു, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അന്ന് എനിക്കൊരു 3000 രൂപ കിട്ടുന്നത് വലിയ കാര്യമാണ്. കാരണം എൻ്റെ അന്നത്തെ വരുമാനം മാസം ഒരു 1000 രൂപ 1500 രൂപ കയറി 3000 രൂപ കിട്ടും, വലിയ കാര്യമാണ്. ഞാൻ ജോയിൻ ചെയ്യുന്നു. പക്ഷേ എനിക്കൊരു 6 മാസം കൂടുതൽ നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ അവിടെയും എനിക്ക് തോന്നുന്നു കുറേ കാലം പഠിച്ചിട്ടുണ്ട്. കാര്യം അന്ന് അനാവശ്യമായിട്ട് പോസ്റ്റ് പെയ്ഡിന് ബില്ല് വരിക, പ്രീപെയ്ഡുകാർക്ക് പോസ്റ്റ് പെയ്ഡിന് ബില്ല് വരിക, വിളിക്കുമ്പോൾ കിട്ടാതിരിക്കുക എന്നൊക്കെ കുറേ പ്രശ്നങ്ങളായിട്ട് ഈ സ്റ്റോർ ആൾക്കാർ വിസിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെറിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നേരെ നിൽക്കണം, ഫേസ് ചെയ്യണം, കസ്റ്റമറിനെ ഫേസ് ചെയ്യണം. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. 21 വയസ്സിൽ ചോര തിളയ്ക്കുന്ന പ്രായത്തിലും നമുക്ക് ദേഷ്യപ്പെടാനൊന്നും പറ്റില്ല. പക്ഷേ ആ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ജോലി ആക്ച്വലി ഞാൻ മടുത്തു. മാറാം എന്ന് കരുതി. എനിക്കൊന്ന് 4 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആക്ച്വലി വേറെ കുറേ കമ്പനീസിൽ അപ്ലൈ ചെയ്യുന്നു. എനിക്കൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് കോട്ടയത്ത് തന്നെയുള്ള ഒരു IT ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടുന്നു. അതാണ് എൻ്റെ മറ്റൊരു സെക്കൻഡ് ജോബ് എന്ന് ഞാൻ പറയുന്നത്. അന്നത്തെ സാലറി എനിക്ക് ഇപ്പോഴും ഓർമ്മ 7000 രൂപയാണ്. 2010 കാലഘട്ടത്തിലായിരിക്കും അത്. താങ്കൾ മാർക്കറ്റിംഗ് ജോലിയിൽ എത്തിപ്പെട്ടു. അതെ, ഒരു സ്ഥാപനത്തിലേക്ക്. IT ട്രെയിനിങ് ആണ്. അതെ, ആ മാർക്കറ്റിംഗ് ജോലി എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ നല്ല സുന്ദരമായിട്ടുള്ള ഉഴപ്പനായിരുന്നു. അതായത് രാവിലെ 10 മണിക്ക് ഇൻ്റർവ്യൂ പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂ ചെല്ലുന്നത് തന്നെ 11 മണിക്കാണ്.
അത് മുടിയൊക്കെ വളർത്തി താടിയൊന്നും ട്രിം ചെയ്യാതെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നാ ഇൻ്റർവ്യൂ നിർബന്ധിച്ച് വിടുന്നതൊക്കെ തന്നെ ചെല്ലുന്നു. പക്ഷെ കിട്ടുന്നു ഒരു മാർക്കറ്റിംഗ് ജോലിക്ക് എന്നെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലേ അല്ല ഞാൻ ചെന്ന് കയറുന്നത്. പക്ഷെ സംഭവം അവർക്ക് എന്തോ ഒരു ആ ജോലി കിട്ടി എന്നുള്ളതാണ്. കിട്ടി. ഞാൻ ദിലീപിലേക്ക് വരാം. ദിലീപ് എന്താണ് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ചെയ്തത്? തിരിച്ചു വരേണ്ടി വന്നു. കാരണം 2009 റിസഷൻ്റെ ഒരു പീക്ക് ടൈം വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഞങ്ങൾ ബാച്ചിലൊക്കെ ഉണ്ടാകുന്നത് തിരിച്ചു പോരുമായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ശരിക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഫ്രീ മൈൻഡായിരുന്നു. നമുക്ക് സമയമുണ്ട്, ജോലി കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത്രയും ഫീസ് കൊടുത്ത് MBA ചെയ്ത് വന്നു കഴിയുമ്പോൾ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറി. കാരണം ഇനി പിന്നെ പഠിക്കാൻ പോകാൻ ഒരു PG ഇല്ല. അപ്പോൾ ജോലിക്ക് പോകാന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ജോലി കണ്ടുപിടിക്കണം. എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ ബാംഗ്ലൂർ പോയി. പക്ഷേ അവിടെ എനിക്കൊരു ജോലി കിട്ടി. ഞാൻ പഠിച്ചത് MBA HR ആയിരുന്നെങ്കിലും കിട്ടുന്ന ജോലി മാർക്കറ്റിങ്ങിലായിരുന്നു. സെയിം തന്നെ ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് ആയിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അയർലൻഡിൽ MBA പഠിച്ച് വന്ന ആള് അവസാനം മാർക്കറ്റിംഗ് ജോബായി. മാർക്കറ്റിംഗ് ജോബ് അത് ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാർക്കറ്റിംഗ് ജോബ്. പിന്നെ എന്ത് ജോലി കിട്ടിയാലും കുഴപ്പമില്ല, അവിടെ നിന്നുകൊണ്ട് വേറെ നമ്മൾ പല പണിയോടെ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്, ഏത് ജോലി കിട്ടിയാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കയറി. പക്ഷെ അപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഏരിയ HR തന്നെയായിരുന്നു. HR-ലേക്ക് മാറണമെന്നായിരുന്നു. അതൊരു 6 മന്ത്സ് ബാംഗ്ലൂർ വർക്ക് ചെയ്തു. ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ കോട്ടയത്തെ ഒരു കമ്പനിയിൽ ജൂനിയർ HR ആയിട്ടൊരു ഓഫർ വന്നു. അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ കുഴപ്പമില്ലാത്ത പാക്കേജ് ഉണ്ടായിരുന്നു. അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നി ആ ഒരു സമയത്ത് നമുക്കൊരു ഫീൽ വരുമല്ലോ, ഒരു ഗട്ട് ഫീൽ എന്നൊക്കെ പറയുന്ന പോലെ, അതാണ് എൻ്റെ ഏരിയ, അവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഈ മാർക്കറ്റിംഗ് നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു ഗ്രോത്ത് കിട്ടത്തില്ല എന്നൊരു ഫീൽ വന്നപ്പോൾ അത് റിസൈൻ ചെയ്തു. നേരെ ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യുകയായിരുന്നു. താങ്കൾ വന്ന് ജോയിൻ ചെയ്ത കമ്പനി എന്ത് കമ്പനിയാണ്? അതൊരു IT ട്രെയിനിങ് തന്നെയാണ്. അർജുനും ഞാനും ഒരു കമ്പനി. നിങ്ങളപ്പോൾ ഒരു കമ്പനിയിലായി. താങ്കൾ ജൂനിയർ HR എക്സിക്യൂട്ടീവ് ആണ്, അദ്ദേഹം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. അവിടെ നിന്നാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത്. അതെ, അത് ശരി. അപ്പോൾ അർജുനിലേക്ക് തിരിച്ചു വരാം. Yeah. ആ മാർക്കറ്റിംഗ് പണി എങ്ങനെ പോയി? അത് ആക്ച്വലി സാർ എനിക്ക് അതിനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതായത് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു 3 മുതൽ 4 മാസം അവിടെ നിൽക്കുക, നിന്നിട്ട് ദുബായിക്ക് ചാടുക എന്നുള്ളതായിരുന്നു. അന്ന് നാട്ടുകാരെല്ലാം ദുബായിക്ക് പോകുന്ന ഒരു ട്രെൻഡായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പോകുന്നവരുണ്ട്. അപ്പോൾ ദുബായിക്ക് പോകാം, അവിടെ ചെന്നാൽ ഒരു പളപളക്കുന്ന ജീവിതം ഉണ്ടെന്നൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ട് ദുബായിക്ക് പോകാന്നുള്ളതൊക്കെ ആയിരുന്നു. ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു വീക്കിൽ അവരുടെ ആ ഒരു ദിവസം അവരുടെ ഒരു ആനുവൽ മീറ്റിംഗ് നടക്കുന്ന ദിവസമായിരുന്നു. ഞാൻ അതിലേക്കാണ് ചെന്ന് കയറുന്നത്. ആക്ച്വലി ലിറ്ററലി ചെന്ന് കയറുമ്പോൾ പിന്നെ ആ ഒരു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു, ആനുവൽ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുന്നു. അപ്പോൾ അന്ന് ഞാനൊരു കാഴ്ച കാണുന്നു. അതായത് പ്രീവിയസ് ഇയറിലെ ബെസ്റ്റ് പെർഫോമേഴ്സിനുള്ള അവാർഡൊക്കെ ആ കമ്പനിയുടെ CEO അവർക്കെല്ലാം കൊടുക്കുന്നത് കാണുന്നു. അപ്പോൾ ഇത് എനിക്കൊരു ഇൻസ്പിറേഷൻ തരുന്നു. അതായത് ഓക്കെ, എന്തായാലും ഇറങ്ങി തിരിച്ചു, ജോലി കിട്ടി. ഈ 3 മാസം എന്നുള്ളത് മേ ബി നമുക്ക് 1 വർഷം വരെ നോക്കാം, അടുത്ത വർഷം ഇത് മേടിച്ചിട്ട് ഇറങ്ങാം എന്നൊരു താല്പര്യം തോന്നി. ഒരു പ്രോമിസിങ് എംപ്ലോയി അവാർഡ് മേടിക്കണം എന്നൊരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ ആക്ച്വലി അവിടെ ഒരു വർഷം കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആക്ച്വലി ഓക്കെ, ആദ്യത്തെ ഒരു വർഷം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ അവാർഡ് എന്നുള്ള സാധനം ഗോൾ അവിടെ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ഇയർ നമ്മൾ മാരകമായിട്ട് പണിയെടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യും, നമ്മളോട് പറഞ്ഞ പണി എല്ലാവരും നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. കാര്യം എൻ്റെ ഗോൾ ഈ പ്രോമിസിങ് എംപ്ലോയി അവാർഡ് മേടിക്കും. പക്ഷെ അറിയാതെ ഞാൻ ഈ ചെയ്യുന്ന ആളെ ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അന്നത്തെ ജോലി എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ പോവുക, സെമിനാറുകൾ എടുക്കുക, സ്റ്റുഡൻസിനെ കൺവിൻസ് ചെയ്യുക ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ അങ്ങനെ ആണ് ദിലീപിനെ വെച്ച് പരിചയപ്പെടുന്നത്. ഞങ്ങൾ അവിടെ വെച്ച് ചായയും സമൂസയൊക്കെ കഴിക്കാൻ പോകുന്ന പരിചയമാണ് ദിലീപുമായിട്ടുള്ളത്. അന്ന് ദിലീപ് അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ എത്ര വർഷം? ഞാൻ ആ കമ്പനിയിൽ ആക്ച്വലി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഞാൻ ആ കമ്പനി 4 വർഷം 4 വർഷം 3 മാസം പ്ലാൻ ചെയ്തു, പക്ഷെ 4 വർഷം അവിടെ പിടിച്ചിരുന്നു. ഞാൻ ദിലീപിലേക്ക് വരാം. ദിലീപ് HR, താങ്കൾക്ക് ഇഷ്ടമുള്ളൊരു മേഖല, പഠിച്ച മേഖലയാണ്. അതെ, അതിൽ എക്സൽ ചെയ്തോ? ശരിക്കും. കാരണം ഞാൻ 8 വർഷം വർക്ക് ചെയ്തു. ഈ 8 വർഷം ശരിക്കും ലൈഫ് ചേഞ്ചിങ് തന്നെയായിരുന്നു. കാരണം 8 വർഷം ഒരു കമ്പനി നിൽക്കാനുള്ള കാരണവും അവിടെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഓഫേഴ്സൊക്കെ വന്നു. പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ലൈഫിലേക്ക് വേണ്ട മുഴുവൻ സ്കിൽസും പഠിക്കാൻ ഒരു കോൺഫിഡൻസ് വന്നു. അതായത് ഒരുപാട് കോൺടാക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റി. ഞാൻ പ്ലേസ്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ തന്നെ മിക്ക കമ്പനികളുടെയും HR-മാരുമായിട്ട് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ പുതിയ പഠിക്കാൻ പറ്റി. ശരിക്കും ഒരു 8 വർഷം കൊണ്ട് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അതായത് ഒന്നും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഒരു 2 പേരെ കണ്ട് സംസാരിക്കാൻ പേടിയുള്ള ഒരാളിൽ നിന്ന് മാറി എത്ര പേര് മുന്നിൽ വന്നിരുന്നാലും ഒരു സ്റ്റേജിൽ കയറി ഒരു സ്പീച്ച് കൊടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് സ്വന്തം ഒരു പ്രൊഫൈല് കൊണ്ടുവരാൻ പറ്റി ഈ ഒരു 8 വർഷം കൊണ്ട്. നല്ലൊരു പഠന കളരിയായിരുന്നു. അതെ, ശരിക്കും. പക്ഷെ താങ്കൾ 8 വർഷം അവിടെ നിന്നെന്ന് പറഞ്ഞു, നിങ്ങൾ സൗഹൃദം ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ താങ്കൾ 4 വർഷം കഴിഞ്ഞിട്ട് എന്താ ചെയ്തപ്പോൾ? ദിലീപ് പറഞ്ഞ പോലെ ആ 4 വർഷം ആക്ച്വലി എൻ്റെ ഒരു കരിയർ ചേഞ്ചിങ് 4 വർഷമായിരുന്നു. ഒരുപാട് കാര്യം അവിടെ നിന്ന് പഠിക്കാൻ പറ്റി, നല്ല കുറേ മെൻറ്റേഴ്സ് ഉണ്ടായി അവിടുന്ന്. പക്ഷെ ഒരു 4 വർഷം കഴിയുമ്പോൾ എനിക്ക് ആക്ച്വലി ബോറടിക്കാൻ തുടങ്ങി കാര്യങ്ങൾ. നമ്മളൊരു കംഫർട്ട് സോണിൽ പെട്ടുപോയോ എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ഞാൻ ആ സമയത്ത് ചുമ്മാ വെറുതെ കുറേ ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്തു. നമ്മൾ എവിടെ നിൽക്കുന്നു, സൂപ്പർ കോൺഫിഡൻ്റ് ആണ്, ഓവർ കോൺഫിഡൻ്റ് ആണ്, നമ്മളൊരു 4 വർഷമായിട്ട് എംപ്ലോയി അവാർഡൊക്കെ വാങ്ങിക്കുന്നു, അടിപൊളിയാണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ എന്നൊരു ഇൻ്റർവ്യൂ ആകുമ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അതൊന്നും അല്ല എന്ന് തിരിച്ചറിവുണ്ടായി.
അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായി കംഫർട്ട് സോൺ ആണെന്നുള്ളത്. അത് ബ്രേക്ക് ചെയ്യണം തോന്നി. ഒരു കുളമാണോ എനിക്ക് സംശയമൊക്കെ തോന്നാൻ തുടങ്ങി. ഇതിൻ്റെ പുറത്ത് ആറും കടലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഞാൻ കുറേ കമ്പനീസിലൊക്കെ ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തു. എനിക്ക് പലതും കിട്ടിയില്ല അന്നും. പക്ഷേ ഒരു കമ്പനി കിട്ടി. ഞാൻ അതിനുശേഷം 2013 അവിടുന്ന് ഇറങ്ങുന്നു. എക്സ്ട്രാ മാർക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ഞാൻ തിരിച്ച് ജോയിൻ ചെയ്യുന്നു. അത് ആക്ച്വലി ഇന്നും വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ബൈജൂസിൻ്റെ ഒക്കെ കോമ്പറ്റീറ്റർ ആയിട്ട് അവർ കേറ്റുള്ള എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മൾട്ടിനാഷണൽ കമ്പനിയാണ് ആക്ച്വലി. അവിടുത്തെ ഏരിയ സെയിൽസ് മാനേജറായിട്ട് ഞാൻ കോട്ടയം ഏരിയയിൽ തന്നെ ജോയിൻ ചെയ്യുന്നു. 2014 മുതൽ 18 വരെ 4 വർഷം ഞാൻ ആ കമ്പനി വർക്ക് ചെയ്തു. അതും എൻ്റെ കരിയറിലെ ആക്ച്വലി ഒരു ടേണിംഗ് പോയിന്റ് 4 വർഷമായിരുന്നു. അവിടെയും എനിക്ക് വളരെ മികച്ച ടീം ലീഡ്സിനെയും മാനേജേഴ്സിനെയൊക്കെ കിട്ടി. ഞാൻ മാർക്കറ്റിംഗ് ഏരിയ സെയിൽസ് മാനേജർ അവിടെ സ്റ്റാർട്ട് ചെയ്തു. പതിയെ ഗ്രോ ചെയ്ത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് സൗത്ത് കേരള റീജിയൻ മാനേജറായിരുന്നു ഞാൻ. എൻ്റെ കൂടെ ഒരു 10-12 പേരുടെ ടീമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ജേർണി ഗ്രോ ചെയ്തത്. എനിക്ക് കേരളത്തിലെ പല പ്രമുഖ സ്കൂളുകളുടെയും പ്രീമിയം സ്കൂളുകളുടെയും അക്കൗണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചു. അത്തരം ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. ഇതെൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കോൺഫിഡൻസും ഒക്കെ ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്തു. അവിടെ നിങ്ങളുടെ ഈ സൗഹൃദം വിട്ടിട്ടില്ല. ഇല്ല. ഇനി ഏത് സ്റ്റേജിലാണ് നമുക്കൊരു സംരംഭം തുടങ്ങണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നത്? ഈ പറഞ്ഞ ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെയാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുക. അതായത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങിയാലോ. പക്ഷേ ഇത് പ്രത്യേകിച്ച് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഫാമിലിയിൽ എവിടെയും ബിസിനസ് ഇല്ല. അപ്പോൾ ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? ഇപ്പോൾ കമ്പനികൾ ഇഷ്ടം പോലെയുണ്ട്, ഇവരോട് സംസാരിക്കുന്നുണ്ട്, സക്സസ് ആയി ഒരുപാട് പേരെ അറിയാം. പക്ഷേ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വന്നപ്പോഴാണ് ഒരു 2018 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. ഒരു തീരുമാനം എടുക്കുകയാണ്, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇതൊരു സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മുന്നോട്ട് പോകത്തില്ല. നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങണം. അപ്പോൾ ഇപ്പോൾ ഉള്ള ജോലിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോൾ അതൊരു വലിയ ഡിസിഷനായിരുന്നു. ഉള്ള ജോലി റിസൈൻ ചെയ്തിട്ട് ഒന്നും അറിയാൻ വയ്യാത്തൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകണം. ബിസിനസ് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് അറിയാം, പക്ഷേ ബിസിനസ് എന്താണെന്നുള്ളതോ ഒരു ക്ലാരിറ്റി ഇല്ല. ഒരു ക്ലാരിറ്റി ഇല്ല. അർജുനിലേക്ക് വരാം. അർജുൻ, താങ്കൾ ആ സമയത്ത് വേറെ കമ്പനിയിലാണ്, ഇദ്ദേഹം വേറെ കമ്പനിയിലാണ്. അതെ. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആരാണ് ആദ്യം ഇറങ്ങിയത്? അത് ഞങ്ങളിങ്ങനെ സംസാരിക്കും എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്. ഫോണ് 6-7 മാസം ചർച്ച നടത്തി. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. കോട്ടയത്ത് തന്നെ കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി. അപ്പോൾ അതിനകത്ത് ദിലീപ് പറഞ്ഞ പ്രശ്നം വരും, ജോലി ഇറങ്ങണം, സൈഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം ഇറങ്ങാം. 2018 സമയത്ത് ഇറങ്ങാം തീരുമാനിച്ചു. അന്ന് ഏതാണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപ മാസം രണ്ടുപേരും ഏൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞോ? 2013 എൻ്റെ കല്യാണം കഴിഞ്ഞു. 2017 ഞാൻ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ജോബ് റിസൈൻ ചെയ്യാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു. സാലറി കാണിച്ച് കല്യാണം കഴിച്ചിട്ട് അടുത്ത ദിവസം ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രശ്നമാവും. അർജുൻ റിസ്ക് ടേക്കിംഗ് ആയതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇറങ്ങുന്ന സമയത്ത് ഭാര്യയും പിള്ളേരായോ? ഭാര്യ അത് എനിക്ക് ട്വിൻസ് ആണ് ആക്ച്വലി. അതായത് ഞങ്ങൾ എപ്പോഴും തമാശയ്ക്ക് പറയും, ഞങ്ങളുടെ കുട്ടികളുടെ ഏജും ഞങ്ങളുടെ ഇപ്പോഴത്തെ കമ്പനിയുടെ ഏജും സെയിം ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ ജോലി വിടുക എന്നുള്ള ഒരു മികച്ച തീരുമാനം എടുക്കുന്നത്. ജോലി വിടുന്നു 2018. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞില്ലേ, ഭ്രാന്താന്ന് പറഞ്ഞില്ലേ? കുറച്ച് പേര് പറഞ്ഞു ആക്ച്വലി. പക്ഷേ എൻ്റെ ഫാമിലി ആക്ച്വലി സപ്പോർട്ടിങ് ആയിരുന്നു. എൻ്റെ വൈഫ് എസ്പെഷ്യലി ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. വൈഫിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനമ്മ. അപ്പോൾ അച്ഛൻ നേരത്തെ പറയും, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അധികം താമസിക്കാതെ പെട്ടെന്ന് ചെയ്തോളൂ, ഒരുപാട് വൈകണ്ട, ഇപ്പോഴാണല്ലോ ഒരു എനർജിയും ഒക്കെ ഉള്ള സമയത്ത് അതിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നോക്ക്, ഇനി ഇപ്പോൾ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പം തിരിച്ചു വരാമല്ലോ എന്നുള്ള ഉപദേശമൊക്കെ തന്നു. ആക്ച്വലി ഫാമിലി സപ്പോർട്ടിങ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ മാർക്കറ്റിംഗ് കോഴ്സ് പഠിപ്പിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിപ്പിക്കുക. അവിടെ നിന്ന് നമ്മളൊന്ന് പിവോട്ട് ചെയ്തു സാർ ആ സമയത്ത്. അതായത് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ ഇപ്പോഴത്തെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ബിബിനെ പരിചയപ്പെടുന്നു. ബിബിൻ അന്ന് ഇപ്പോഴും ഇൻഫോപാർക്കിൽ ഒരു IT കമ്പനി ഉണ്ട്. ബിബിൻ ആക്ച്വലി കൊച്ചി കാക്കനാട് ഒരു സ്പേസ് ബിബിൻ എടുത്തിട്ട് വെറുതെ കിടപ്പുണ്ടായിരുന്നു. ബിബിൻ ഓൾറെഡി ഒരു ട്രെയിനിങ് ബിസിനസ് നടത്താം എന്നുള്ള പ്ലാനിലൊക്കെ നോക്കി, പക്ഷെ വർക്കായില്ല. ബിബിനെ പരിചയപ്പെടുന്നു നമ്മുടെ കോമൺ ഫ്രണ്ട് വഴി. ആളുടെ പേര് ജൂബി എന്നാണ്. ജൂബി പറഞ്ഞു ബിബിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. ബിബിനെ മീറ്റ് ചെയ്ത് ഫസ്റ്റ് മീറ്റ് നമുക്ക് മനസ്സിലായി നമ്മുടെ വൈബും വേവിലും ഒക്കെ സെയിം ആണ്. ബിബിൻ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി എന്നുള്ളൊരു ഐഡിയയിൽ നിന്ന് മാറിയിട്ട് അതിനോടൊപ്പം തന്നെ പ്രോഗ്രാമിംഗും എല്ലാം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. കമ്പനിക്ക് 2018 നമ്മൾ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ വരുന്നു. ഞാൻ ആ സമയം ജോലി വിടുന്നു. ഞാൻ ഇറങ്ങി ഒരു 2 മാസം കഴിയുമ്പോൾ ദിലീപും ജോലി വിട്ടു. ദിലീപ് അവിടെ വിട്. എന്താണ് ആ സ്ഥാപനത്തിന് പേരിട്ടത്? വൺ ടീം. എവിടെ നിന്ന് കിട്ടി വൺ ടീം? ആക്ച്വലി ബിബിൻ നേരത്തെ തന്നെ ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കും അത് സംസാരിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് തോന്നി ഓക്കെ, ഒരു 1 ടീമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. തുടക്കത്തിൽ മൂലധനം എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ക്യാപിറ്റൽ സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ഓഫീസ് സ്പേസ് ഓൾറെഡി ഫർണിഷ്ഡ് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കുറച്ച് എമൗണ്ട് വേണമായിരുന്നു. ഞങ്ങൾ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് ചെറിയ സേവിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന സമയമാണ്, ഗോൾഡ് ഉണ്ട്.
ഭാര്യയുടെ ഗോൾഡ് ടിപ്പിക്കൽ നമ്മൾ സംരംഭകരൊക്കെ തന്നെയാണ്. അർജുനോ? സെയിം തന്നെ. ഭാര്യയുടെ ആഭരണം, എൻ്റെ ഫാദറിലൂടെ ചെറിയൊരു ലോൺ, ഉം. എൻ്റെ ഫാമിലി എന്നുള്ള ചെറിയൊരു ലോൺ, ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ സേവിങ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അതെല്ലാം ഇട്ടിരുന്നു. കാര്യം നമ്മളന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു 7 മാസത്തെ റൺവേ നമുക്ക് വേണം. അതായത് 7 മാസം നമുക്ക് വരവനൊന്നും വരത്തില്ല എന്ന് പ്ലാൻ ചെയ്താലും ആ സമയത്ത് നമ്മുടെ കമ്പനിയുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമ്മുടെ വേണം എന്നുള്ള രീതിയിലാണ് നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അർജുൻ, അപ്പോൾ ആദ്യം സ്റ്റുഡൻസ് ആരെങ്കിലും വന്നോ? സ്വാഭാവികമായിട്ടും വന്നില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു ന്യൂആൻസ് ബേസിക്കലി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഐഡിയ നമുക്കുണ്ടായിരുന്നു. നമ്മൾ 18 ഫെബ്രുവരിയിൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് 8 തീയതി ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതെനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ ബർത്ത്ഡേ ആണ്, മാർച്ച് 8 എന്ന് പറയുന്നത്. ഫസ്റ്റ് 3 സ്റ്റുഡൻസിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതുല്യ, അനു, ജോൺസൺ എന്ന് പറഞ്ഞിട്ട്. അവർ ആക്ച്വലി ഒരു കോളേജിൽ പഠിച്ചിറങ്ങിയ MCA പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആയിരുന്നു. ഒരാൾ എന്നെ വിളിക്കുന്നു. അപ്പോൾ അന്ന് എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ ഫ്രണ്ട് ഓഫീസ് ഞങ്ങൾ തന്നെ, എന്താ പറയുക, മാർക്കറ്റിംഗ് നമ്മൾ തന്നെ, പ്ലേസ്മെൻറ്റ്സ് നമ്മൾ തന്നെ. പക്ഷെ നമുക്കതിനകത്ത് അറിയാൻ വയ്യാത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഇതെങ്ങനെ പഠിപ്പിക്കും എന്നുള്ളതാണ്. അവിടെയാണ് ബിബിൻ്റെ സപ്പോർട്ട് വരുന്നത്. ബിബിൻ ആക്ച്വലി ഒരു ഇൻഫോപാർലർ കമ്പനിയുണ്ട്. ബിബിൻ പറയുന്നു ബിബിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആക്ച്വൽ പ്രോഗ്രാമേഴ്സിനെ വെച്ച് പഠിപ്പിക്കാം എന്ന് പറയുന്നു. അപ്പോൾ അതാണ് നമ്മുടെ അന്നത്തെ ഒരു യുണീക്ക് പോയിന്റ് ആയിട്ട് അന്ന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിരുന്നത്. അതായത് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് നേരിട്ട് നമ്മുടെ ഫ്രഷേഴ്സിനെ പഠിപ്പിക്കുന്നു. അപ്പോൾ റാദർ ദാൻ ഒരു തിയറി പഠിക്കുന്നതിനേക്കാൾ ഉപരി കംപ്ലീറ്റ്ലി ഒരു ടാസ്ക് ബേസ്ഡ് ആയിട്ട് പഠിപ്പിച്ചു തുടങ്ങാമെന്നുള്ള ധാരണ വരുന്നു. അങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. 3 സ്റ്റുഡൻസ് നമ്മൾ ഫസ്റ്റ് ബാച്ച് മാർച്ച് 8 സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത്. അന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട്? അന്ന് നമ്മളൊരു എംപ്ലോയി അന്ന് ഹയർ ചെയ്തു മാർക്കറ്റിംഗിലേക്ക്. അയാളുടെ പേര് സാൻഡ്ര എന്നായിരുന്നു. അയാളെ ഹയർ ചെയ്യുന്നു. ബാക്കി എല്ലാ സാൻഡ്ര തന്നെ. കംപ്ലീറ്റ്ലി അഡ്മിഷൻ എടുക്കും, പ്ലേസ്മെൻറ്റ് കമ്പനീസിനെ വിളിക്കും, സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സസ് കോർഡിനേറ്റ് ചെയ്യും. ഞങ്ങൾ അവിടെ ഫുൾ ടൈം ഉണ്ട്. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഞങ്ങൾ ആക്ച്വലി ഒരു PG റെൻറ്റിനെടുത്തു. കൊച്ചിയിൽ ഒരു MBA കോളേജിൻ്റെ ഒരു PG റെൻറ്റിനെടുത്ത് ഒരു കുഞ്ഞു മുറിയിൽ ഞാനും ദിലീപും കൂടെ ഞങ്ങൾ രാവിലെ വൈകിട്ട് ഇരിക്കും. വേറെ പണിയൊന്നുമില്ല. വൈകിട്ട് റൂമിൽ പോവും. ഒരു വീക്കെൻഡിൽ നാട്ടിൽ പോവും. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വലിയ വരുമാനങ്ങളൊന്നും കിട്ടുന്നില്ല അവിടെ നിന്ന്. ഇല്ല, അത് ശരിക്കും ഫേസ് ആണ്. സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് വിചാരിച്ച അത് ശരിക്കും ബിസിനസ്സോടെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ബിസിനസ്സിൽ നിന്ന് വരാത്തതുകൊണ്ട് തന്നെ ഒരു 10 സ്റ്റുഡൻസ് വരുന്നു, ഇത്ര പൈസ ഫീസ് വരുന്നു, അപ്പോൾ ഇത്ര റവന്യൂ വന്നു, അപ്പോൾ ഇതിന് മൊത്തം എക്സ്പെൻസീവ് എമൗണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു മന്ത്ലി കിട്ടുന്ന സാലറി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് വലിയ എമൗണ്ടാണ്. ഈ ഒരു പ്രതീക്ഷയോടെയൊക്കെയാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ റിയാലിറ്റിയോട് വന്നു കഴിയുമ്പോൾ ഫീസ് വരുന്നു, അത് അതുപോലെ പോകുന്നു. ഇത് ലാസ്റ്റ് മന്ത് ആകുമ്പോൾ വീണ്ടും അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് മന്ത് സാലറി കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിയാലിറ്റിയൊക്കെ തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് ഫസ്റ്റ് ഒരു 1 ഇയർ നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. പ്രത്യേകിച്ച് കൊച്ചി പോലത്തെ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ വന്നിട്ട് പുതിയൊരു ബ്രാൻഡ് കൊണ്ടുവന്ന് അതിനകത്ത്, കാരണം ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവിടെ സ്റ്റുഡൻസിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചേക്കാളും ചലഞ്ചാണ്. പക്ഷേ നമ്മൾ ഇതിനകത്തോടെ ഇറങ്ങി റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഒരു വർഷം ഫസ്റ്റ് ഇയർ നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. നല്ല പ്രഷർ വരാൻ തുടങ്ങി. പക്ഷേ അത് ആ സ്ട്രഗിൾ വന്നതോടുകൂടി തന്നെ പ്രഷർ വന്നപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മളുടെ എത്രത്തോളം നമുക്ക് എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തുടങ്ങി. അർജുൻ, എന്തൊക്കെ വേർട്ടിക്കലിലാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയത്? ഞങ്ങൾ കംപ്ലീറ്റ്ലി ട്രെയിനിങ് ആണ് സർ. അതായത് അപ്പ് സ്കില്ലിംഗ് ആണ് നമ്മുടെ ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ ആണ് ഇപ്പോഴും നമ്മുടെ മോഡ് അത് തന്നെയാണ്. അതായത് കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആക്ച്വലി ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ ഞാൻ ഫേസ് ചെയ്ത കുറേ ചലഞ്ചസ് ഉണ്ട്. ക്യാമ്പസിൽ നിന്ന് ആൾക്കാരെ ഹയർ ഒരുപാട് പേരുണ്ട്. പക്ഷേ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുണ്ട് കുറേ കമ്പനീസ് ആക്ച്വലി. അപ്പോൾ അവരെ എക്യൂപ്പ് ചെയ്യുക, അപ്പ് സ്കിൽ ചെയ്യുക, അവരെ നമ്മൾ സാർ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പോലത്തെ ടെക്നോളജീസ് പഠിപ്പിച്ചിട്ട് പല കമ്പനീസും പ്രിഫർ ചെയ്യുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ ഹയർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ സാർ ഹയർ ചെയ്തപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്നകൾ അറിയാവുന്ന ഒരാളുണ്ടോ എന്ന് സാറിനോട് ചോദിച്ചത്. അതുപോലെ തന്നെ അവരെ എക്യൂപ്പ് ചെയ്ത് അവരെ ഒരു ജോലിയിലേക്ക് എത്തിക്കുക നമ്മുടെ പ്ലാൻ. ഇതാണ് നമ്മുടെ ബേസിക് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഇത് പൊതുവേ ഒരു ഡിഫിക്കൽട്ടി ഉള്ളൊരു മേഖലയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് ചെല്ലുന്ന ഒരാൾക്ക് ആ തൊഴിൽ അറിയില്ലെങ്കിൽ അവർ പഠിപ്പിക്കണം 3 മാസം 6 മാസം. അതെ. അപ്പോൾ നിങ്ങൾ അത് പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. അതുകൊണ്ട് അവർക്ക് ഡേ 1 പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയാണ്. അതെ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലാതെ വേറെ എന്തൊക്കെ മേഖലയാണ്? പ്രോഗ്രാമിംഗ് ഉണ്ട്, പൈത്തൺ പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഇപ്പോൾ ഫ്ലട്ടർ പോലത്തെ എല്ലാം പ്രോഗ്രാമിംഗ്. IT ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. എക്സാക്ട്ലി. ഇതിൻ്റെയൊക്കെ കോഴ്സുകളാണ്. ഇത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? നമ്മുടെ ബിസിനസ് ഒരു 70% ഓഫ്ലൈൻ ആണ് സർ. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ 3 ബ്രാഞ്ചസ് ഉണ്ട്. വെരി ഗുഡ്. എവിടെയൊക്കെയാണ്? നമുക്ക് കൊച്ചിയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ്, എടപ്പള്ളി തന്നെയാണ്, ലുലു മോളിൻ്റെ അടുത്താണ്. ട്രിവാൻഡ്രത്ത് നമുക്ക് തമ്പാനൂർ ഓഫീസ് ഉണ്ട്, കാലിക്കറ്റ് നമുക്ക് മാവൂർ റോഡിൽ ഓഫീസ് ഉണ്ട്. 3 ബ്രാഞ്ചുകളാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമ്മുടെ ഒരു 70% സ്റ്റുഡൻസും വരുന്നത് ഓഫ്ലൈനിൽ തന്നെയാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു മോഡലും ഇപ്പോഴും അത് തന്നെയാണ്. ഓൺലൈൻ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടില്ലെന്നല്ല, പക്ഷേ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് ട്രെയിനിങ്ങിന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു അക്കാഡമിയിൽ പോയിരുന്ന് ഒരു തിയറി പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ മോഡൽ.
ഇവർക്ക് നമ്മൾ പറയുന്നത് ടാസ്ക് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയും. അതായത് ഒരു കുട്ടിയെ സാർ പറഞ്ഞ പോലെ തന്നെ ഡേ 1 പ്രൊഡക്ടിവിറ്റിയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്ത് പഠിക്കണം. അതെ. ചെയ്ത് പഠിക്കുന്നതും കണ്ട് പഠിക്കുന്ന നമ്മുടെ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും അവർക്ക് ടാസ്ക് ഉണ്ടാവും. അപ്പോൾ ഒരു മെൻറ്റർ കൂടെ ഇരുന്നിട്ട് സ്പൂൺ ഫീഡിങ് അല്ലാതെ തന്നെ ഓരോ ടാസ്കുകൾ ചെയ്യിപ്പിച്ചാണ് ഓരോ കോൺസെപ്റ്റ് ചെയ്ത് പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ഒരു മോഡൽ കൂടുതലും വർക്ക് ചെയ്യുന്നുണ്ടാവുക ഓഫ്ലൈൻ ആയിട്ടായിരിക്കും. സ്റ്റുഡൻസിന് റിട്ടേൺ കിട്ടുന്നുണ്ടാവുക ആ ഒരു മോഡലായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തുടങ്ങിയതാണ്. ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഇന്ന് ആക്ച്വലി നമ്മുടെ എൻറ്റയർ എംപ്ലോയി സ്ട്രെങ്ത് ഇൻക്ലൂഡിങ് ഫ്രീലാൻസേഴ്സ് ചേർത്ത് ഒരു 80 പേരുണ്ട്. Excellent. അതിൽ ഫുൾ ടൈം ഒരു 35 പേരും ഏതാണ്ട് അത്രയും തന്നെ നമുക്ക് ഫ്രീലാൻസ് ട്രെയിനേഴ്സും ഉണ്ട്. നമ്മൾ എത്ര സ്റ്റുഡൻസിന് ഈ കോഴ്സ് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്? ഞങ്ങൾ മാർച്ച് 8 2018 3 രൂപ വെച്ച് തുടങ്ങിയ അത് ഇപ്പോൾ ഒരു വർഷം നമ്മൾ അതിനൊരു 1500 പേരെ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്. വെരി ഓരോ ഗുഡ്. മാസവും ഡിഫറെൻറ്റ് ഇൻടേക്സ് ആയിട്ട്. ദിലീപ്, ഇതിന് നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടോ? പ്ലേസ്മെൻറ്റ് ഞങ്ങൾ സ്റ്റുഡൻസിനോടും പറയുന്നൊരു കാര്യം, ഒരാൾക്ക് ജോലി വാങ്ങിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ എല്ലാവരും ആൾക്കാർ ഹയർ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഒരു കമ്പനിയിലേക്ക് ഒരാൾ ഹയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു റിക്വയർമെൻ്റ് ഉണ്ട്. അത് മാച്ച് ചെയ്യുന്ന ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹയർ ചെയ്യും. സ്റ്റുഡൻസിനോടും പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്കൊരു ജോലി കിട്ടാൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളെ പഠിപ്പിക്കും. ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ ബാക്കി സ്കിൽസും എല്ലാം പഠിപ്പിച്ച് തരും. ഒരു കമ്പനിയുടെ ഫ്രണ്ടിൽ കൊണ്ട് ഇൻ്റർവ്യൂവിന് ഇരുത്തി തരും. അവിടെ ആൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ പെർഫോം ചെയ്യാൻ വേണ്ട സ്കിൽസും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അയാൾ ചെയ്യേണ്ടത് ഇതെല്ലാം പഠിക്കുക, അവിടെ പോയിരുന്ന് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ പറയുക, ഇത് പറഞ്ഞാൽ ജോലി കിട്ടും. അർജുൻ, നിങ്ങൾ ഇറങ്ങിയ മേഖല ആ. വളരെ കോമൺ ആയിട്ടുള്ളൊരു മേഖലയാണ്. ഇപ്പോൾ തീർച്ചയായും. ഇന്ന് സംരംഭകർക്ക് എല്ലാവർക്കും ആവശ്യമായൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതെ. നിങ്ങൾ സഹായിക്കുന്നത് സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രണേഴ്സിന് മാൻ പവർ കൊടുക്കുകയാണ്. കറക്റ്റ്. ഈ ഓൺട്രപ്രണേഴ്സിനോട് ഡിജിറ്റൽ മേഖലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാൻ ഞാൻ ആളാവുമെന്ന് എനിക്ക് അറിയില്ല സർ. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ചെറുകിട കമ്പനികൾ മുതൽ സാധാരണ ഒരു ഷോപ്പ് മുതൽ വലിയ കമ്പനീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാതെ ആക്ച്വലി പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ക്ലീശ വാചകമാകും. പക്ഷേ അതാണ് റിയാലിറ്റി ആക്ച്വലി. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി, അയാൾക്ക് ഒരു ചൈനീസ് ഫുഡ് കഴിക്കണം തോന്നി, അല്ലെങ്കിൽ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറണം തോന്നി, അയാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും ബെസ്റ്റ് വെജ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ എന്നുള്ളത്. എനിക്ക് എടപ്പള്ളി ഒരു ഹോട്ടലുണ്ടെന്ന് കരുതുക. ഞാൻ ഈ ഗൂഗിളിൽ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഹോട്ടൽ ആ കസ്റ്റമറുടെ റഡാറിൽ പതിയുന്നത് പോലും ഇല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആക്ച്വലി. അപ്പോൾ നമുക്കൊരു ബിസിനസ് ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ ബേസിക് ആയിട്ട് ഡിജിറ്റലി പ്രസൻസ് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല എന്നായിരിക്കും ആൾക്കാർ കരുതുന്നുണ്ടാവുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും പറ്റുന്നത് പോലെയൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് വെക്കുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഗൂഗിൾ പ്രൊഫൈൽ ലിസ്റ്റിംഗ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാവേണ്ട വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം പേജ് എന്ന് വളരെ അത്യാവശ്യമാണ്, അതിൽ പോസ്റ്റുകൾ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഡെഫിനറ്റ്ലി ആവശ്യമാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ. നിങ്ങൾ രണ്ടുപേരും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംരംഭകരാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായിട്ടാണ് എനിക്ക് തോന്നിയത്, അല്ലേ? ദിലീപ് കുറച്ചുകൂടെ സൈലൻ്റ്. എനിക്കറിയാം, എൻ്റെ ഈഗിളിൽ വന്നപ്പോൾ തന്നെ അർജുൻ നന്നായി സംസാരിക്കുന്ന വ്യക്തിയുമാണ്. ഞാൻ അർജുനോട് തന്നെ ചോദിക്കട്ടെ, ഈ വ്യത്യസ്തത നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഇപ്പോൾ ഞങ്ങൾ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ കളർ തന്നെ പോലെ നമ്മുടെ വ്യത്യസ്തം എന്ന് പറയുന്നത്. ദിലീപ് വൈറ്റും ഞാൻ ബ്ലാക്കുമാണ് ആക്ച്വലി. അതായത് നമ്മുടെ എൻറ്റയർ ബോഡി ലാംഗ്വേജിലും തോട്ട് പ്രോസസ്സിലും ഒക്കെ ആക്ച്വലി നമ്മൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതാണ് ആക്ച്വലി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾ ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും ഞാൻ ദിലീപ് ഒരു ഐഡിയ പറയാണ്, എനിക്ക് ആക്ച്വലി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ കുറേ തർക്കിക്കും, സംസാരിക്കും, വഴക്കുണ്ടാക്കും, മലമുണ്ടാക്കും. പക്ഷേ ഇവൻച്വലി നമ്മളൊരു പോയിന്റിലേക്ക് എത്തും. പക്ഷേ ഈ ഇവൻച്വലി എത്തുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി കമ്പനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നൊരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഞാൻ കാര്യങ്ങളെ സമീപിക്കുന്ന രീതി പോലല്ല ദിലീപ് കാണുന്നത്, ദിലീപിൻ്റെ രീതി അല്ല എൻ്റെ. ഇത് ശരിക്കും നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ദിലീപാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ചില കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്യും, ചിലത് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ശരിയാവില്ല എനിക്ക് തോന്നും, അപ്പോൾ ദിലീപ് അത് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ ആക്ച്വലി മുന്നോട്ട് പോകുന്നത്. അത് ശരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് ആക്ച്വലി കോഫൗണ്ടേഴ്സ് ആയത്. കോഫൗണ്ടേഴ്സ് ആയിട്ട് ഫ്രണ്ട്സ് ആയവരല്ല. അപ്പോൾ അതും നമ്മൾ ഫാമിലിപരമായിട്ടൊക്കെ എല്ലാവരും അടുപ്പത്തിലാണ്. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് പറ്റുന്നുണ്ട്, ഭംഗിയായിട്ട് ആൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. വൺ ടീം എന്ന ഈ സ്ഥാപനം ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. അതെ. ദിലീപ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹേർഡിൽസ് ഉണ്ടായിട്ടില്ലേ? ഇഷ്ടം പോലെ. 2018, 18 സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഇയർ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഓൾമോസ്റ്റ് സെറ്റിലായി വരുന്നത് 2019 ആ സമയത്താണ് പ്രളയം വരുന്നത്. അപ്പോൾ വീണ്ടും താഴ്ത്തു പോയി. പ്രളയം പക്ഷേ അധികം എഫക്റ്റ് ചെയ്തില്ല. എന്നാൽ പോലും നമ്മൾ അവിടുന്ന് വീണ്ടും ഒന്ന് പിക്കപ്പ് ചെയ്ത് വരുമ്പോഴാണ് കോവിഡ് വരുന്നത്. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ലോക്ക്ഡൗണിന് തൊട്ട് മുന്നേ ഞങ്ങൾ പുതിയ ഓഫീസ് സ്പേസ് ഒക്കെ നോക്കി അങ്ങോട്ട് മാറാൻ റെഡിയായി നിൽക്കുന്ന സമയത്താണ് ലോക്ക്ഡൗൺ വരുന്നു. കംപ്ലീറ്റ് ആ ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. ലോക്ക്ഡൗൺ എന്താണെന്ന് പോലും അറിയാൻ വയ്യ.
അന്ന് ഓർത്തുകൊണ്ടിരുന്ന ഓക്കെ 1 വീക്ക് കഴിയുമ്പോൾ തിരിച്ചു വരാമല്ലോ, നമുക്കപ്പോൾ ഇപ്പോൾ ഒന്ന് സെറ്റിലാകുന്നൊക്കെ പോയി. പക്ഷേ ഇത് നീണ്ടു പോയി. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു 7 പേര് എംപ്ലോയീസ് ഉണ്ട്, സാലറി പോകണം, സ്റ്റുഡൻസ് കംപ്ലീറ്റ്, അന്ന് ക്ലാസ് കംപ്ലീറ്റ് ഓഫ്ലൈനാണ്, ഓൺലൈൻ ആരുമില്ല. പക്ഷേ ഞങ്ങൾ ഓൺലൈനെ പറ്റിയൊക്കെ കുറച്ച് റിസർച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിൻ്റെ സ്കോപ്പ് കണ്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ എല്ലാ ബിസിനസ്സുകാർക്കും പറ്റി പോകുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു മാസം 2 മാസം കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പക്ഷേ അത് വളരെ പോസിറ്റീവായിട്ടാണ് പിന്നെ വന്നത്. ആ ഒരു കോവിഡാണ് ശരിക്കും ഞങ്ങളെ രക്ഷപ്പെടുത്തിയതല്ലേ? അതെ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ എക്സ്പേർട്ട് ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അർജുനോട് ചോദിക്കട്ടെ, Yeah. എല്ലാ സ്ഥാപനങ്ങളും റിക്രൂട്ട് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് അല്ലേ, ഇന്നിപ്പോൾ ജെൻസി നിരവധി പേരാണ് ഇതിലേക്ക്. പണ്ടൊരു ചൊല്ലുണ്ട്, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടുന്ന. അതേപോലെയാണ് ഇന്ന് Yeah. എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എല്ലാ പിള്ളേരും വെറുതെ ഒരു മൊബൈൽ ഫോണും ക്യാമറയും ഉണ്ടെങ്കിൽ അതെ. എന്തും ചെയ്യാവുന്നതാണ്. അങ്ങനെയാണോ ഇത്? ആക്ച്വലി അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതിനകത്തൊരു പാഷൻ എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട് സർ. ആക്ച്വലി ഇപ്പോൾ ജെൻസി ഞങ്ങൾ ആക്ച്വലി നമ്മൾ പറയും, നമ്മൾ എല്ലാ കാലത്തും ഹാൻഡിൽ ചെയ്യുന്നത് അതാത് കാലഘട്ടത്തിലെ പുതിയ തലമുറ. പുതിയ തലമുറയാണ്. ഇതൊരു ചലഞ്ചിങ് ആണ് ആക്ച്വലി. കാര്യം ഇവരുടെ ടേസ്റ്റും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ്സുകൾ തന്നെ നമുക്കൊരു പഠിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഐഡിയ നമുക്കില്ല. ജെൻസിക്കാർ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആക്ച്വലി അവർക്ക് അവരുടെ തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ കാര്യങ്ങൾ ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരെ. അവരുടെ ഒരു വൈബിലേക്ക്, സോക്കോൾഡ് വൈബിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റായികയൊന്നുമില്ല. പക്ഷേ നമ്മുടെ മേഖല എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി അവൻ BCA പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവന് പ്രോഗ്രാമർ ആവാൻ പറ്റിക്കൊള്ളണം എന്നില്ല. എല്ലാവർക്കും അക്കൗണ്ടൻ്റ് ആവാൻ പറ്റില്ല, എല്ലാവർക്കും ഡോക്ടർ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, അവന് പ്രോഗ്രാമർ ആവാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നോ അവന് ഇഷ്ടമുള്ള മറ്റ് മേഖലകൾ ഒരുപാടുണ്ട്. IT-യിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഉണ്ട്, അതിലേക്കൊക്കെ അവർക്ക് പിവോട്ട് ചെയ്യാം. ആ തിരിച്ചറിവ് ഉണ്ടാവുക, ഉണ്ടായിട്ട് ഡിസിഷൻ ക്വിക്കായിട്ട് എടുക്കുക, ചെയ്തു നോക്കുക, കാര്യങ്ങൾ നോക്കിയതിന് ശേഷം വർക്ക് ആവുന്നില്ല എന്നൊരു മൊമെന്റ് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കേണ്ട, അടുത്ത മേലേക്ക് സ്വിച്ച് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി അടുത്ത ചേഞ്ച് നടത്താവുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. അതായിരിക്കും ബെസ്റ്റ് കാര്യം തോന്നുന്നു. ഈ സ്പേസിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് ആ. ഒരാളെ എടുക്കുമ്പോൾ ആ. നമുക്ക് പല ചോയ്സസ് ഉണ്ട്. ഒന്നുകിൽ നമുക്കൊരു ഇൻഹൗസ് ആയിട്ട് ആ. നമ്മുടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാം. അതെ. അതല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസിന് കൊടുക്കാം. ശരി. ഏതാണ് ശരിയായ തീരുമാനം? അത് ആക്ച്വലി ഒരു ക്വിക്ക് ആൻസർ പറയാൻ പറ്റുന്ന കാര്യമില്ല സാർ. പക്ഷേ ബേസിക് ഐഡിയ പറയാം. ഇപ്പം നമ്മുടെ കമ്പനി ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതും ഇൻഡസ്ട്രി ബേസ് ചെയ്തൊക്കെ പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി മേ ബി തുടങ്ങുന്ന സമയത്തൊക്കെ ഇതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു വലിയ ഏരിയ ആണ്. ഇപ്പോൾ അതിനകത്ത് ഗൂഗിൾ ആഡ്സ് വരും, മെറ്റ ആഡ്സ് വരും, പെർഫോമൻസ് മാർക്കറ്റിംഗ്, SEO, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെ ചില കാര്യങ്ങൾ നമുക്ക് ഇന്റേണലി മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേജിലേക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലേക്കുള്ള വീഡിയോസൊക്കെ നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ അറിയാവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ. അപ്പോൾ മേ ബി അത്തരം റീൽസ് ഒക്കെ പ്രൊഡ്യൂസ് നമുക്ക് തന്നെ ആക്കാം. എന്നാൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ആഡ്സും മെറ്റ ആഡ്സും ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏജൻസി സമീപിക്കാം. ലേറ്റർ ഓൺ എനിക്ക് തോന്നുന്നത് ഇത് എപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങൾക്ക് തന്നെ വൺ ടീമിനുണ്ട്, നമുക്ക് ഇന്റേണൽ ടീമുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ഏജൻസി സമീപിക്കുന്ന, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ബാലൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചില കാര്യങ്ങൾ നമുക്ക് ഇന്റേണലി മാനേജ് ചെയ്യുക, ചിലത് ഏജൻസി തന്നെ ചെയ്യിക്കുക. അത് നമ്മൾ മാത്രമല്ല, ആക്ച്വലി വലിയ കമ്പനീസ് വരെ അതാണ് ചെയ്യുന്നത്. ആക്ച്വലി അപ്പോൾ രണ്ടൊരു മിക്സ് ആണ് നമുക്ക് നല്ലത്. എക്സാക്ട്ലി, അതായിരിക്കും നല്ലത്. ദിലീപിലേക്ക് വരാം. ദിലീപ്, നമുക്കൊരു പിള്ളേർ ബേസിക്കലി അവർ ചിന്തിക്കുന്നത് ഒരു പൈസ ഇട്ടിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ട് ലീഡ് ഉണ്ടാക്കാം. അതാണോ ശരിക്കും ഡിജിറ്റൽ? അല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നേരത്തെ അർജുൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഡീപ്പായിട്ട് പഠിച്ചു പോയി കഴിയുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു വലിയൊരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. പക്ഷെ അത് ശരിക്കും പഠിച്ച് അതിൻ്റെ ആ ഒരു ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഡ് ആരാണോ കാണേണ്ടത് എക്സാക്റ്റ്ലി അയാളിലേക്ക് മാത്രം എത്തിക്കാൻ പറ്റും. അപ്പോൾ അവിടെ കോസ്റ്റ് കുറയും. അതായത് ഒരാളെ ആഡ് കാണിക്കാനുള്ള കോസ്റ്റ് കുറയും. കൂടുതൽ നമുക്ക് കൺവേർഷൻ ചാൻസ് കൂടുതലുള്ള ലീഡ്സ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഒരു കമ്പനി എപ്പോഴും നോക്കുന്നത് അതായിരിക്കും, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ ഒരു കൺവേർഷൻ ആയിരിക്കും ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിൽ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആ ഒരു ഏരിയ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അത് പഠിച്ചെടുക്കണം, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഒരു കാര്യം സാർ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, പലപ്പോഴും എന്താ പറയുക, നമ്മളിപ്പം ഒരു കമ്പനി ഒരു SME സെക്ടറിലുള്ള ഒരു കമ്പനി ഹയർ ചെയ്യുമ്പോഴത്തേനും ഒരാളെ ഹയർ ചെയ്ത് വെക്കാം, അയാളെ കൊണ്ട് എല്ലാം ചെയ്യിക്കാന്നുള്ള ധാരണ ചില കമ്പനീസിലൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അത് അവരുടെ തെറ്റുമല്ല, കാര്യം അങ്ങനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷേ അതും വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ SEO ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് അയാളുടെ എക്സ്പെർട്ടീസ് അതിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നോക്കി ഒരാളെ ഹയർ ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസ് ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾ, അയാളുടെ സ്കിൽസ് വേറെ ആയിരിക്കും. ഇപ്പോൾ ക്യാമറ വെച്ചിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, അതിൻ്റെ പാഷൻ വേറെ ആയിരിക്കും. അപ്പോൾ നോക്കിയിട്ട് ഹയർ ചെയ്യുക. അറിയാവുന്ന അവർക്ക് ഒരു എക്സ്പെർട്ടീസ് ഏരിയ ഉണ്ടായിരിക്കും, അത് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ഹയർ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇവരൊരു കുഴപ്പം എന്ന് പറയുന്നത് അവരെടുക്കുന്നു,
കുറച്ച് നാൾ നിൽക്കുന്നവരെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. അതെ 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 ഈ ഇൻഡസ്ട്രി അങ്ങനെ ഒരു ഇൻഡസ്ട്രി. അതെ അത് സാറിന് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കാരണം അവർക്ക് അവരുടെ പാഷൻ വേറെ ആയിരിക്കാം. അതെ അതെ അപ്പോൾ നമ്മൾ പലരും സംരംഭകർ ചിന്തിക്കുന്നത് ഒരാളെ കൊണ്ട് എടുത്തിട്ട് അവനെ കൊണ്ട് തന്നെ വീഡിയോ എടുപ്പിക്കുക, അവനെ കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുക, അവനെ കൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യുക, ലീഡ് ഉണ്ടാക്കുക, കൺവേർട്ട് ചെയ്യുക, അതൊന്നും പ്രാക്ടിക്കലായ എനിക്ക് കാര്യങ്ങളല്ല. തോന്നുന്നു സാർ അതൊരു ജനറേഷൻ ചേഞ്ച് വന്നതിൻ്റെയും കൂടെ ഫാക്ടർ ആയിരിക്കും തോന്നുന്നു. കാര്യം ഇപ്പം നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇത് പറയുമ്പോൾ നമ്മൾ മറ്റേ അമ്മാവൻ വൈബായി പോകും. അതെ. വൈബായി എന്നാലും സ്റ്റിൽ പക്ഷേ നമുക്ക് എന്തും നമ്മൾ ആദ്യമൊക്കെ ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ജോലിയും ചെയ്യാതെ ഇവരങ്ങനെയല്ല. ഇപ്പം എനിക്കൊന്ന് അത് ഇവരുടെ തെറ്റുമല്ല, അവരങ്ങനെ ട്യൂൺഡ് ആയിരിക്കുന്നത്. അവർക്ക് അവരുടെ ഫോക്കസ് ചെയ്യാൻ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിൽ അവരെ ഫോക്കസ് ചെയ്യുന്നതാണ് ശരിക്കും നമുക്ക് നല്ലത്. ഇപ്പോൾ ഒരാളുടെ ഇൻട്രസ്റ്റ് വെബ്സൈറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ അയാൾ അതിലേക്ക് തന്നെ ഇടുന്നതായിരിക്കും. അയാളും അപ്പോൾ ലോങ് ടേമിൽ ആ കമ്പനിയിൽ നിൽക്കും, അയാൾക്ക് പാഷൻ ഉണ്ടായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്തൊക്കെ എല്ലാവരും ഒരു കമ്പനിയിൽ ഒരു 4-5 വർഷമൊക്കെ അടുപ്പിച്ച് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെയൊക്കെ ഒരു ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു അർജുൻ, നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്, രണ്ടുപേരും ജോലി ചെയ്ത്. ഇന്ന് വൺ ടീമും നിങ്ങളുടെ ഭാവി സ്വപ്നങ്ങൾ എന്താണ്? നമ്മുടെ എന്തായാലും നമ്മുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് അപ്സ്കില്ലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഇൻഡസ്ട്രി തന്നെയാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് IT ഇൻഡസ്ട്രി തന്നെയാണ്. IT സ്കിൽസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതല്ലാതെ മറ്റ് പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇമീഡിയറ്റ്ലി ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ഒരു ലേണിംഗ് ആപ്പ്, വൺ ടീം ലേണിംഗ് ആപ്പ് നമ്മൾ ഇമീഡിയറ്റ്ലി ലോഞ്ച് ചെയ്യും. അത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു B2B സെക്ടറിൽ, അതായത് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് കോളേജിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്സ്കിൽ ചെയ്ത് പഠനത്തോടൊപ്പം പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവർക്ക് 2 സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, സർട്ടിഫിക്കറ്റിനേക്കാൾ ഉപരി സ്കില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ എക്വിപ്പ് ചെയ്യാനുള്ള ഉദ്ദേശം. അതുകൂടാതെ ഇപ്പോൾ കേരളത്തിനകത്തും നമ്മൾ മറ്റ് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ പുറത്തും ഇപ്പം ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും നമുക്ക് പ്ലാൻസ് ഉണ്ട് ഇമീഡിയറ്റ്ലി. അപ്പോൾ IT ഇൻഡസ്ട്രിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പിവോട്ട് മേ ബി ലാംഗ്വേജ് എഡ്യൂക്കേഷനിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ പ്ലാൻസ് അടുത്തൊരു 3 വർഷത്തേക്ക് നമുക്ക് പ്ലാൻസ് ഉണ്ട്. ഒരു 3 വർഷത്തേക്കുള്ളൊരു ഐഡിയ നമുക്കിപ്പോൾ ഒരു ധാരണയുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എക്സലൻറ്റ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തുടങ്ങിയ ഈ സംരംഭത്തിലൂടെ നമുക്ക് സംരംഭകരെ സഹായിക്കാനാവുക സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് നിരവധി ചെറുപ്പക്കാർ ഈ പഠനം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ സാധ്യത കൂട്ടാൻ അപ്സ്കില്ല് ചെയ്ത് എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനവും നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ. 2 വ്യത്യസ്ത സ്വഭാവക്കാരാണ് നിങ്ങൾ ചേർന്ന് തുടങ്ങിയ വൺ ടീം വളർച്ചയുടെ പാതയിലുമാണ്. അതെ. നിങ്ങൾ കേട്ടു ദിലീപും അർജുനും. രണ്ടുപേരും തൊഴിൽ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് വന്ന 2 ചെറുപ്പക്കാരാണ്. അവരൊരു സ്വപ്നം കാണുന്നു, ഡിജിറ്റൽ ലോകത്തേക്ക് നല്ല കുറേ എംപ്ലോയീസിനെ കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ തുടങ്ങിയ നന്മയുള്ള ആ വൺ ടീം എന്ന സംരംഭം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിൽ 1500 സ്റ്റുഡൻസാണ് ഇത് പഠിച്ചിറങ്ങുന്നത് വിവിധ മേഖലയിൽ. ഇന്ന് നമുക്ക് ഡിജിറ്റൽ മേഖലയിൽ നിന്ന് മാറി നിൽക്കാനും ആവില്ല സംരംഭകർക്ക്. നമുക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അപ്പോൾ ഇവരിൽ നിന്ന് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ലഭിക്കുകയും ചെയ്യും. പഠനം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് ഇവർക്ക് സ്കില്ല് കൊടുക്കാനും ആവും. 2 മേഖലയും ഇവർ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്മയുള്ള ഈ സംരംഭം വൺ ടീം വളർച്ചയുടെ പാതയിലാണ്. ഞാനിവരുടെ സേവനം ഉപയോഗിച്ച വ്യക്തി കൂടിയാണ്. ദിലീപ്, അർജുൻ, വളരെ സന്തോഷമുണ്ട് ഈഗിൾ കോച്ചിങ്ങിൽ കണ്ടുമുട്ടിയ നിങ്ങളെ ഞാനിവിടെ സ്പാർക്കിൻ്റെ വേദിയിൽ വന്നിരുത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ കഥ പറയാനായതിൽ. നിങ്ങളുടെ വൺ ടീം സൊല്യൂഷൻസ് ഇനിയും വളരട്ടെ, നിരവധി പേർക്ക് തൊഴിൽ കൊടുത്ത് സഹായിക്കാനാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുകിട സംരംഭകരെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാനാവട്ടെ. താങ്ക് യു സർ. എല്ലാ വളർച്ചയും ഉണ്ടാവട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.